അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് ജിതിൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് നെസ. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എൻ്റെ ആദ്യത്തെ നിയോഗം ഞങ്ങൾക്കൊരു കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ 9 വർഷത്തോളമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2019 തൊട്ട് ഉടമ്പടി തുടർന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 2022 ഞാൻ പിന്നെ ഉടമ്പടി എടുത്തു. അപ്പോഴും ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളത് മാത്രമാണ്. വേറൊന്നും എനിക്ക് എഴുതാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു. അത് പുതുക്കിയില്ല, പക്ഷെ ഞാൻ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2024 ഞാൻ യാദൃച്ഛികമായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുവാണ്. ഞങ്ങൾ IVF IUI ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പലയിടത്തും ട്രീറ്റ്മെൻറ്റിന് ചെന്നപ്പം IUI എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നോർമലി നോക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, എനിക്ക് PCOD ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നോർമലി പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ 2024 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ഞാൻ ഓഫീസിൽ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. 3ാമത്തെ ദിവസം ഞാൻ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ തൈലം എൻ്റെ ബാഗിൽ ഞാൻ വെച്ചുകൊണ്ടാണ് അന്ന് പോയത്. ഓഫീസിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്പോട്ടിങ് പോലെ കണ്ടു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്പോട്ടിങ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിൽ പൊക്കോ, നമുക്ക് അവിടെ എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അവർ പറഞ്ഞു ഇത് പ്രഗ്നൻ്റ് ആണോ എന്ന് പോലും അറിയില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും നാൾക്ക് ശേഷം കിട്ടിയൊരു കുഞ്ഞാണ്, അതിനെ കളയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ഒന്നും എടുത്തിട്ടില്ല, കയ്യിലൊരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ബാഗുമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഷുഗർ കൂടുതലാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷുഗറുണ്ട്, സ്പോട്ടിങ്ങും ഉണ്ട്. ഉടനെ ഇഞ്ചക്ഷൻ എടുത്തു, അവിടെ അഡ്മിറ്റാക്കി. 2 ആഴ്ചയോളം ഹോസ്പിറ്റലിലായിരുന്നു. സ്പോട്ടിങ്ങിന് മാറ്റമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഈ തൈലം തേച്ച് പ്രാർത്ഥിക്കും, ഷുഗറും കുറയുന്നില്ല, ഷുഗർ ഹൈ ആയിക്കൊണ്ടിരിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ വീട്ടിൽ വിട്ടു. ഡോക്ടർ പറഞ്ഞു 3 മാസത്തോളം സ്പോട്ടിങ് കാണും, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്പോട്ടിങ് കാണുമ്പോഴൊക്കെ ടെൻഷനാണ്. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്, അച്ഛൻ്റെ ധ്യാനം കൂടുന്നുണ്ട്. ഞാൻ ജോലി റിസൈൻ ചെയ്തു ആ ടൈമിൽ, കാരണം ട്രാവലിംഗ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടിന്യൂസ് സാക്ഷ്യം കേട്ടോണ്ടിരിക്കും. പക്ഷേ എന്നിട്ടും ഈ സ്പോട്ടിങ്ങിന് മാറ്റമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക്, കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പം ഒരു വെപ്രാളം പോലെ തോന്നും. 3 മാസം കഴിഞ്ഞു, സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് ഹെൽത്തിയാണ്. പക്ഷേ ഈ സ്പോട്ടിങ്ങിന് മാറ്റമൊന്നുമില്ല. 4ാം മാസമായി സ്പോട്ടിങ് ഉണ്ട്. എന്നിട്ടും എന്താ സ്റ്റോപ്പ് ആവാതെ? ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഇതെന്താ മാറാത്തെ? 4ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സ്പോട്ടിങ് വന്നപ്പം ഞാൻ തൈലം എടുത്ത് ബാത്റൂമിൽ പോയി അവിടെ തേച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഈ സ്പോട്ടിങ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് വരെ എനിക്കൊരു സ്പോട്ടിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഈ സാക്ഷ്യം കേൾക്കുമ്പം എല്ലാവരും തേനും ഉപ്പ് ഉപയോഗിക്കുന്നെന്ന് പറയും. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തേൻ തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ മാതാവേ എനിക്കിത് എങ്ങനെ കിട്ടുക, ഒരു തേൻ കിട്ടിയെന്നാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ കയ്യിലില്ല. അപ്പം ഹസ്ബൻഡും ജോലിക്ക് പോകും, വേറെ ആരും, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം വേറെ ആരും അത് കൊണ്ട് തരാനായിട്ടുമില്ല. ഞാൻ ആരോട് ചോദിക്കും? അപ്പം ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള രീതിയിരുന്നു. അപ്പം ഞാൻ അത് എന്താണേലും ഉപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം, അതാവട്ടെ മാതാവിന് മനസ്സിലാവുമല്ലോ എന്ന്. പക്ഷെ ഞാൻ ആ ഉപ്പ് എടുക്കാൻ അവിടെ ചെന്നപ്പം അവിടെ ആ അറ്റത്തായിട്ട് ഒരു കുപ്പി തേൻ, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുപ്പിയാണ്, അതെനിക്ക് ഉറപ്പാണ് അത് തീർന്നതാണ്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. പുതിയതായിട്ടൊരു കുപ്പി തേൻ അവിടെ വലുതായിട്ടിരിക്കുന്നു. അതിൻ്റെ ഫോട്ടോയാണിത്. വീടിനടുത്ത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ ആരും ക്രിസ്ത്യൻസ് ഇല്ല, ഇവിടെ പോകുന്നവരാരുമില്ല. ഞങ്ങൾ പെരുമ്പാവൂരാണ്, അത് കൂടുതലും മുസ്ലിം ഏരിയയാണ്. അവിടെ ആരുമില്ല, ഇവിടെ പോകുന്നവർ ഞങ്ങളുടെ അടുത്തോ ഒന്നുമില്ല. ഞങ്ങളവിടെ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോലും ഞങ്ങൾക്ക് ആരും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആരെയും അറിയില്ല. പള്ളിയിൽ പോകുന്നു വരുന്നല്ല, ഞങ്ങളുടെ ഇടവക അല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പരിചയക്കാർ അവിടെ ഇല്ല. അപ്പോഴാണ് ഇത് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അടുത്തുള്ളൊരു ചേച്ചിയെ വിളിച്ച് ഞാൻ കാണിച്ചു, ചേച്ചി ഇത് പുതിയതല്ലേ നോക്കിക്കേ. ആ ചേച്ചി പറഞ്ഞു അതെ ഇത് പുതിയതാണെന്ന് പറഞ്ഞു. അതുവഴി ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, ഹസ്ബൻഡിനോട് ചോദിച്ചു ഇതിവിടെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഇല്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതിനകത്ത് കൃപാസനത്തിൻ്റെ ലേബൽ ഒട്ടിച്ച തേനാണ് കിട്ടിയത്. അതിനുശേഷം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും സ്കാനിങ്ങിന് പോകുമ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിക്കും, വയറിൽ തൈലം തേക്കും, തേൻ കഴിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നോർമലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് രാത്രിയിൽ എനിക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടാറില്ല. പക്ഷേ ഇന്ന് രാവിലെ 5:30 ഡെയിലി ബ്രെഡ് കേൾക്കുമ്പം കുഞ്ഞനങ്ങും. അങ്ങനെ ഒരു ഇതായിരുന്നു. കാരണം എല്ലാവരും വരെ രാത്രിയില്ല കുഞ്ഞനങ്ങുന്നതെന്ന്. പക്ഷേ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. രാത്രി ഇവൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു.
പക്ഷേ ഡെയിലി ബ്രെഡ് 5:30 ആകുമ്പം കേൾക്കുമ്പോൾ അവളുടെ അനക്കം ഉണ്ടാവും. അതിനുശേഷം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കാണുവാണ്. ഞാൻ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കുക. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, ഇതിങ്ങനെ ബ്ലെസ് ചെയ്യാൻ പറ്റില്ല, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസാണ്, ഇതൊരിക്കലും നോർമൽ ഡെലിവറി നടക്കില്ല എന്ന്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഇതെന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നേ, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, മാതാവുണ്ടല്ലോ എന്ന് ചിന്തിച്ചു. ഞാനത് ആരോടും പറഞ്ഞില്ല. എന്തോ ഞാനത് മറന്നുപോയതാണെന്ന് ഞാൻ ഹസ്ബൻഡിനോട് അത് ഷെയർ ചെയ്തില്ല. പക്ഷേ ജൂൺ 11-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ നേരത്തെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞാണ് നോർമൽ ഡെലിവറി നടക്കും, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലയെന്ന്. പക്ഷേ അവർ നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു. 11-ാം തീയതി ലേബർ റൂമിൽ കിടന്നു, 12-ാം തീയതി കിടന്നു. യാതൊരുവിധ ഇതും ഉണ്ടാകുന്നില്ല, പ്രൊസീഡിങ് ഉണ്ടാകുന്നില്ല. ഒരു 2 സെൻറ്റിമീറ്റർ ഡയലേഷൻ വന്നു, അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയേക്കുവാണ്. 13-ാം തീയതി അവർ വാട്ടർ ബ്രേക്ക് ചെയ്തു രാവിലെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് പ്രശ്നം ഉണ്ടാവുകയാണ്. ഉടനെ തന്നെ അവർ എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യുവാണ്. അത് അപ്പോഴും ഞാൻ ഈ ഒരു സ്വപ്നത്തെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഭയങ്കര ആയിട്ട് അങ്ങ് ഡൗൺ ആയിപ്പോയി. എനിക്ക് അതിനുശേഷം ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് കട്ടിലിൽ നിന്ന് തന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിടക്കുമ്പം തലവേദന, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആ സമയത്തുണ്ടായി. അതിനുശേഷം ഒരു 9 ദിവസത്തോളം എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വന്നു ഈ സിസേറിയൻ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ആണ് ആ പറയുന്ന ആ ചേച്ചിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതും അത് കണക്ക് സംഭവിച്ചു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 9 വർഷത്തിന് ശേഷം കിട്ടിയ ഞങ്ങളുടെ കുഞ്ഞാണിത്. നെസ മരിയ ജോസഫ്, മാതാവിൻ്റെ പേര് ചേർത്താണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. അതുപോലെ ഹസ്ബൻഡിന് ജോലിയുടെ കാര്യം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഹസ്ബൻഡ് പറയും. മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി. ഞാൻ ഉടമ്പടിയിലായിരുന്നു. ആ സമയത്ത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു 7 മാസത്തോളം ആയപ്പോഴത്തേക്ക് എൻ്റെ ജോലി നഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ അപ്പോഴെ സങ്കടപ്പെട്ടായിരുന്നു. ആ സമയത്ത് ജോലിയില്ല, വേറെ സാമ്പത്തികമായിട്ട് പ്രശ്നം. അപ്പം ഇതെന്താണ് ഇങ്ങനെ വന്നേ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാര്യം ആ സമയത്തൊക്കെ ദൈവം നല്ല രീതിയിൽ ഞങ്ങളെ നല്ല രീതിയിൽ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അപ്പം എൻ്റെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമായിരുന്നു. വൈഫ് ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത്. ഈ ഡെലിവറി പ്രൊസീജിയറും ഈ പറഞ്ഞ ഈ കോംപ്ലിക്കേഷൻ്റെ ടൈമിലും എല്ലാം. ഈ പറഞ്ഞ ഈ ഡെലിവറി കഴിഞ്ഞിട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് വൈഫിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ചെറിയ വെള്ളം കണക്കെന്തോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളത് കാണിക്കാൻ പോയി. അപ്പോൾ ആ സ്റ്റിച്ച് അഴിച്ചിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏകദേശം അഴിച്ചിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയ, ഒരു പറഞ്ഞു തന്നാൽ ഒരു 5 സെൻറ്റിമീറ്റർ നീളവും ഒരു 4 സെൻറ്റിമീറ്റർ അകത്തോട്ട് ഡീപ്പും ഉണ്ടായിരുന്നു ആ ഒരു വൂണ്ടിന്. അപ്പം അതിൽ നമ്മൾ മരുന്ന് വെക്കണമായിരുന്നു ഡെയിലി. അത് ഞാൻ തന്നെ ചെയ്യേണ്ടതായിരുന്നു. അപ്പം അതൊക്കെ വെക്കാനായിട്ട് ഒരാൾ മാത്രമേ ചെയ്യാവുള്ളെന്നും അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ പ്രൊസീജിയറെല്ലാം എനിക്ക് കൂടെ നിൽക്കാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞു, ഞങ്ങളെല്ലാം സെറ്റായി ഒരു വിധം ഓക്കെ ആയ സമയത്ത് തന്നെ വേറെ നല്ലൊരു ജോബ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നല്ലൊരു ജോബ് ദൈവം തരുകയും. അപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അതായത് എൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവം കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഡിലേ വരുത്തിയത്. ആ ജോബ് നഷ്ടമായതും അത്രയും കാലം കൂടെ നിൽക്കേണ്ട ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ജോലി കിട്ടി. യേശുവിന് മാതാവിനൊരായിരം നന്ദി. ഞങ്ങൾ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ നമ്മൾ സാലറി കിട്ടുന്ന ടൈമിലാണെങ്കിലും സാലറി കിട്ടാത്ത ടൈമിലാണെങ്കിലും നമ്മളൊരു വിഹിതം മാറ്റിവെച്ച് അടുത്തുള്ള അനാഥാലയങ്ങളിൽ എന്തെങ്കിലും അരിയോ സാധനങ്ങളോ അങ്ങനെ മേടിച്ചു കൊടുക്കാറുണ്ട്. ഉടമ്പടിയിൽ തന്നെ തുടരാൻ മാതാവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 102-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. അഞ്ജു ജിതിൻ എന്ന ഇവരുടെ കുടുംബത്തിൻ്റെ 9 വർഷത്തിന് ശേഷം, വിവാഹം കഴിഞ്ഞ് 9 വർഷത്തിന് ശേഷം കുഞ്ഞുണ്ടായതും അവരുടെ എല്ലാ പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിൻ്റെ ഒരു വലിയ ശക്തമായ സാക്ഷ്യമാണ് ഇവരിവിടെ ഏറ്റുപറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ ഒറ്റപ്പെടലിൻ്റെയും കുത്തുവാക്കുകളുടെയും എല്ലാം ഒരു വലിയ കാലഘട്ടം ഇവർ കടന്നു പോകാൻ ദൈവം അവരെ അനുവദിച്ചു. PCOD കാരണം, അവരുടെ അസ്വസ്ഥത കാരണം അവർക്ക് ആർട്ടിഫിഷ്യലായി മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരം ഇവർക്ക് തുണയായി വന്നത്. ഉടമ്പടിയിലൂടെ ഇവർ ഉടമ്പടിയെടുത്ത് 2 വർഷക്കാലം അവർ വളരെ കൃത്യമായി പ്രാർത്ഥിക്കുകയും ശരണപ്പെട്ടുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിച്ച് ഈശോ നൽകിയ ഒരു കുഞ്ഞാണ്. പരിശുദ്ധ അമ്മയുടെ പേര് തന്നെയാണ് ഈ കുഞ്ഞിന് ലഭിച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും
ഈ 4-ാം മാസം വരെ ഈ മകൾക്ക് അഞ്ജുവിന് സ്പോട്ടിങ് കണ്ടപ്പോഴുണ്ടായിരുന്ന ഒരു ആശങ്കകളെല്ലാം പരിശുദ്ധ അമ്മയോട് കൃത്യമായി പറഞ്ഞ് തൈലം പൂശി പ്രാർത്ഥിച്ചു, ഇനി എനിക്കിത് കാണാൻ അനുവദിക്കരുത്. അമ്മ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു അഫർമേഷൻ നൽകുന്നതാണ് അഞ്ജു ഇവിടെ പറഞ്ഞത്. അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു സ്പോട്ടിങ് ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു, ഇത് സഞ്ചാരി മാതാവാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ അഫർമേഷൻ, ഒരു ഉറപ്പ് അഞ്ജു പറയുന്നതാണ്. പിന്നീട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടപ്പോഴായാലും ആ സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ ഡെലിവറി ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കും. അച്ഛൻ തന്നെ ആ സ്വപ്നത്തിലൂടെ ഒരു ഇൻഫർമേഷൻ നൽകുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു വലിയ വില നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ത്യാഗത്തിൻ്റേതായ ദിവ്യബലിയുടെ 40 വർഷത്തെ ദിവ്യബലിയുടെ ഒരു വലിയ ആസ്തി അച്ഛനുള്ളതുകൊണ്ട് സ്വപ്നത്തിൽ പോലും നമുക്ക് ആ ആസ്തിയുടെ ഒരു പങ്ക് ലഭിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അതുപോലെ തന്നെ ഈ മകൾക്ക് ഡെലിവറി സമയം അടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നും കൃപാസനം തേൻ മക്കൾ രണ്ടുപേരും സേവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ തേൻ തീർന്നുപോയി, ആ കുപ്പി കാലിയായി അവിടെ വെച്ചു. ഇവരാഗ്രഹിച്ച ആ സമയത്ത് തന്നെ കൃപാസനം ലേബലുള്ള ഒരു തേൻകുപ്പി, നിറച്ച ഒരു തേൻകുപ്പി അവരുടെ ടേബിളിന് മുകളിൽ വന്നതായിട്ട് ഒരു പ്രത്യക്ഷ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് നമ്മളിപ്പോൾ തന്നെ ക്യാമറയിൽ കാണിക്കുകയുണ്ടായി. ഇതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ടെക്സസിൽ നിന്ന് അമേരിക്കയിൽ ഒരു ടെസ് എന്ന സഹോദരിയുടെ വന്ന് അവരുടെ തൈലം കൃത്യം പച്ച കളറായ, നമുക്ക് ഈ ഒലീവ് ഓയിൽ അത് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആശീർവദിച്ച് തരുമ്പോൾ അതൊരു മഞ്ഞ കളറാണ്. പക്ഷേ ഈ സഹോദരി അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഇവിടേക്ക് സാക്ഷ്യം പറയാനായി വന്നപ്പോൾ അത് കാണിച്ച ഒരു ദൃശ്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു കൃത്യം പച്ച കളറായ ഒരു തൈലമായിട്ട് രൂപാന്തരപ്പെട്ടത്. പരിശുദ്ധ അമ്മ പലതരത്തിലാണ് നമുക്ക് സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം അപേക്ഷിക്കുമെന്നുള്ള ഉടമ്പടി ജീവിതം നമ്മെ എപ്പോഴും ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് എപ്പോഴും സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് ഈ 9 വർഷക്കാലത്തെ ഇവരുടെ കാത്തിരിപ്പിന് ഉത്തരമായിട്ട് ഇവർ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ജിതിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജിതിന് ജോലി നഷ്ടപ്പെട്ടത്. പക്ഷേ അത് തൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു സപ്പോർട്ട് നൽകാൻ വേണ്ടി ദൈവം അനുവദിച്ച ഒരു സമയമാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് വരാമെന്ന് അവർ മനസ്സിലാക്കിയെങ്കിലും അതാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് ഏറ്റവും ആവശ്യമുള്ള, തൻ്റെ സാമീപ്യം ആവശ്യമുള്ള ഒരു സമയമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ കൃപ സഹോദരനെ പരിശുദ്ധ അമ്മ നൽകുകയുണ്ടായി. നാം ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് നമ്മളല്ല, ഇതൊരു ജീവിത ക്രമീകരണമാണ്, ജീവിത രീതിയാണെന്ന് നാം പഠിച്ചെടുക്കുകയും വായിച്ചെടുക്കുകയും ജീവിതത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യുന്നത് ഓരോ മക്കളും ഇവിടെ ഒന്ന് ഏറ്റു പറയുന്നുണ്ട്. ഇവരുടെ കാരുണ്യപ്രവൃത്തികൾ അതുപോലെ തന്നെയാണ്. സാലറി കിട്ടിയാലും ഇല്ലെങ്കിലും, സാലറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായി ഈശോയ്ക്ക് കൊടുക്കാനുള്ള ദശാംശം പാവപ്പെട്ടവരായ മക്കൾക്ക് ഇവർ എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈശോയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും ഉള്ള ഒരു സാധ്യതകളെല്ലാം ഇവർ കാണുകയും അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും. ഉടമ്പടി അതാണ്. നാം എത്രമാത്രം ഈശോയിലേക്ക് അടുക്കുന്നു അത്രമാത്രം ഈശോയെ കൊടുക്കുക എന്നുള്ള വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസ ജീവിതവുമാണ് നാം ഉടമ്പടിയിലൂടെ കൈമാറ്റം ചെയ്യുന്നത്. ജിത്തിനും മഞ്ജുവിനും അവരുടെ കുഞ്ഞിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം കുഞ്ഞുങ്ങളില്ലാത്ത വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന എല്ലാവരുടെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെയും ജീവിത പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടൊരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.